നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ ശ്രുതി വിശ്വസിക്കുകയാണ്. ഇവള് കരിങ്കാലി മാല മേടിക്കാൻ സ്വാമിയെ കാണാൻ പോയതാന്നൊക്കെ. പോരാത്തേന് ശ്രുതി ആ സമയത്ത് മീരയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ശ്രുതിക്ക് വിശ്വാസം വരുന്നെനിക്ക് സ്വാമിയോട് സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന ശ്രുതിക്ക് അറിയാം ശ്രുതി എന്താണെങ്കിലും സംസാരിക്കാനൊന്നും പോകുന്നില്ലെന്ന് സ്വാമിയോട്. ഉദ്ദേശം ശരിയായിരുന്നു. മീരയാന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തീർന്നു. ഒരു ഭാഗ്യപരീക്ഷണം നടത്തി നോക്കിയതാ. അതിനകത്ത് ശ്രുതി വിജയിക്കുകയും ചെയ്തു. പക്ഷെ ഈ സമയം മീരയ്ക്ക് കാര്യം മനസ്സിലായില്ല. ഫോൺ വിളിച്ചിട്ട് സ്വാമി അത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മീര ഓർത്ത് ഇവൾക്കെന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിച്ചു. പിന്നീട് ശ്രുതി ആ കരിങ്കാലിമാല പിറ്റേ ദിവസം ഇടാന്നൊക്കെ പറഞ്ഞിട്ട് പൂജാമുറിയിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോഴേക്കും മീര വീണ്ടും ശ്രുതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇതെന്തായി പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. കരിങ്കാലിമാലയോ സ്വാമിന്നോ? ഞാൻ എപ്പോഴും സ്വാമി ആയത്? ഓ എന്റെ മണ്ടി, ഞാനേ ഒരു രക്ഷപ്പെടാൻ വേണ്ടി നിന്നെ വിളിച്ചാന്ന് പറഞ്ഞു. രക്ഷപ്പെടാനോ? എന്തിനു രക്ഷപ്പെടാൻ? നീ കാരണം ഞാൻ ആകെപ്പെടാ പെട്ടിരിക്കുമായിരുന്നു. എടി നിന്നോട് ആരുടെയും ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞേ? ഞാൻ നിന്നോടൊപ്പം അന്ന് ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പറഞ്ഞിരിക്കുമല്ലായിരുന്നോ? ആ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ പൊട്ടി പാളീസായി പോയില്ലേ? കൃത്യസമയത്ത് നീ ഷോപ്പിലേക്ക് വന്നു. ശ്രുതി എന്റെ കള്ളത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം ഞാൻ ഒരു കരിങ്കാലിമാലയൊക്കെ പോയി മേടിച്ചോണ്ട് വന്നു. ഒരു സ്വാമിയുടെ കയ്യിൽ നിന്ന് പൂജിച്ചാന്നൊക്കെ പറഞ്ഞു. ശ്രുതിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ സ്വാമിയെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് നിന്നെ വിളിച്ചത്. നീ ആ ഷോപ്പിലേക്ക് വരുമായിരുന്നെങ്കിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. നിനക്ക് വരുന്നതിന് മുമ്പൊന്ന് വിളിച്ചിട്ട് വന്നാ പോരായിരുന്നോ? അപ്പോഴേക്കും മീര പറഞ്ഞു, എടി നീ ഇത് പറയുന്നു, നിനക്ക് നിന്റെ അമ്മയുടെ അടുത്ത് പോണെങ്കിൽ എന്നോടൊന്ന് വിളിച്ചു പറയാൻ മേലായിരുന്നോ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടെന്ന്? അങ്ങനെയാണ് ഞാൻ പിന്നെ ഷോപ്പിലേക്ക് പോവായിരുന്നോ? ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോ രേവതി ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വിളിക്കുവാണ്. കഴിക്കാൻ വിളിക്കണ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, നിക്ക് ശ്രുതിയും കൂടെ ഒന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, ഇതെന്താ? ശ്രുതി വന്നിട്ട് പാത്രമൊക്കെ കഴിയിട്ട് വേണം ഇവിടെ എല്ലാവരും കഴിക്കാനെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രപതി പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കടാ, ശ്രുതി പൂജാമുറിയിലാന്ന് പറയണ. പൂജാമുറിയിലോ? പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത്. രേവതി ഇവിടെ എന്തൊക്കെയാണ് നടക്കണേന്ന് ചോദിച്ചു. അങ്ങനെ അവര് പോയി നോക്കുമ്പോഴത്തേനും ശ്രുതി കരിങ്കാലിമാലയൊക്കെ എടുത്ത് കഴുത്തേലിടുവാണ്. ഇതെന്താച്ചാ? ഇവൻ ശബരിമലയ്ക്ക് പോവാണോ? ശബരിമലയ്ക്ക് പോകേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇനിയിപ്പം വീണ്ടും മലയ്ക്ക് പോകാനെങ്ങാനും മാല ഇടുവാണോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടത് രവീന്ദ്രൻ പറഞ്ഞു, എടാ അത് കരിങ്കാലി മാലയാ. ഓ അങ്ങനെ ആ മാലയല്ലേ? അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, ഇത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാ ഉള്ള മാലയാന്ന് പറഞ്ഞു. നിനക്ക് ഐശ്വര്യം? എന്റെ ദൈവമേ, ഇതുപോലെ കോമഡി ഇറക്കി ചിരിപ്പിക്കലാടാ നീ എന്നെ എന്ന് സച്ചി പറയാണ്. ചന്ദ്രമതി പറഞ്ഞു, കണ്ടില്ല രവിയേട്ട അവന്റെ അസൂയ. ശ്രുതിക്ക് നല്ല കാലം വരുന്ന അവന് ഒട്ടും ഇഷ്ടമില്ലാന്ന് പറയണം. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, എന്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ടെ ഒരു സ്വാമിയുടെ അടുത്ത് പോയി വാങ്ങിച്ചോണ്ടെന്ന മാലയത്. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, കൊള്ളാന്ന് പറയണ. എടാ ഇത് കഴുത്തിലിട്ട നല്ല വളർച്ച ഉണ്ടാവും പറയണം. വളരും നീ നന്നായിട്ട് വളരും. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വളർന്ന് ദേ മോള് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാനെ പോയി നിന്റെ തല മുട്ടാൻ നീ നോക്കിക്കോളാൻ പറയണം. ഇത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു, നീ അത്ര കൂടുതൽ കളിയാക്കൊന്നും വേണ്ട എന്റെ മോനെ, അല്ലെങ്കിൽ നിനക്ക് ഇത്ര കളിയാക്കൽ കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ കുറ്റപ്പെടുത്തുവാണ്. തന്റെ മോന്റെ വളർച്ച കണ്ടിട്ട് അവന് സഹിക്കാൻ പറ്റാതെ കുറ്റപ്പെടുത്തുന്നതൊക്കെയാണ് ചന്ദ്രമതി പറയുന്നത്. അതേ സമയത്താണ് അച്ചമ്മ കൊടുത്തുവിട്ട കുറെ പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ട് ഒരാളും വരുന്നേ. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ അവിടെ കൊണ്ടേ വെക്കുവാണ്. ഈ സമയത്ത് സച്ചി പറഞ്ഞ, ഇത് കുറെ ഉണ്ടല്ലോ എന്ന് പറയണ. അതെ കുറെ ഉണ്ടല്ലോ എന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, ആഹാ ഇത്ര മൊത്തം എന്താണെങ്കിൽ നമുക്കിവിടെ ആവശ്യമില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അല്ലെങ്കിലും നിങ്ങളുടെ അമ്മ എല്ലാ വർഷവും ഇതുപോലെ കുറെ ഉണ്ടാക്കും, പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നിട്ടോ കുറച്ചും കൂടെ വന്നിട്ട് ബാക്കിയെല്ലാം വിറ്റ് പൈസയാക്കുമല്ലേ? പിന്നെന്താ? അല്ല അങ്ങനെ വിറ്റ് പൈസയാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൈസ എങ്ങനെ തന്നുകൂടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഈ വയസ്സനാം കാലത്ത് ഇനി അമ്മ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് തരണമല്ലേ? നിനക്ക് നാണമുണ്ടോ ചന്ദ്രൻ ഇങ്ങനെ പറയാനായിട്ട്? അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ ആവശ്യം വല്ലതുണ്ടോ? നീ 1 രൂപയെങ്കിലും അമ്മയ്ക്ക് കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് അമ്മ ഉണ്ടാക്കുന്ന പൈസ നിനക്ക് വേണം പോലും. അപ്പൊ കുറെ പച്ചക്കടല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എന്താണെങ്കിലും ഇത് മുഴുവൻ നമുക്ക് ഇവിടെ വേണ്ട. പച്ചക്കറി അങ്ങനെ കുറെ പച്ചക്കടല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, അതെ അമ്മ എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാക്കും, വിറ്റിട്ട് കുറെ ഇങ്ങോട്ടേക്ക് തരും. പിന്നെ പരിചയത്തിലുള്ള എല്ലാവർക്കും നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ വർഷ പറഞ്ഞു, അതെ
എന്റെ വീട്ടിലും കുറച്ച് കൊടുക്കാന്ന് പറയണ. ആ സമയത്ത് സുധി ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്കും വേണം കുറച്ചെന്ന് പറയണേ. ഇത് കേട്ടപ്പോ സച്ചൂഷു, നിനക്കെന്തിനാടാ? നിനക്ക് പെണ്ണുമ്പിള വീട്ടിൽ കൊണ്ടേ കൊടുക്കാനില്ലല്ലോ. അതിന് പെണ്ണുമ്പിള വീട്ടിലുള്ളവരൊക്കെ ഇവിടെ ഇല്ലല്ലോ, മലേഷ്യയിലല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഭാര്യ വീട്ടിൽ കൊടുക്കാനൊന്നും അല്ല, എനിക്ക് ഷോപ്പിൽ കൊണ്ടേ വെക്കാനാന്ന് പറഞ്ഞു. ഷോപ്പിൽ എന്തിനും? അല്ല, സാധനങ്ങളൊക്കെ മേടിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട്. ഇതൊക്കെ പച്ചക്കറി സാധനങ്ങളൊക്കെ, കടലേക്കോ. കൊള്ളാലോ, നീ ആള് കൊള്ളാലോ എന്ന് പറയണ. ഇതൊക്കെ കൊടുക്കുവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് ഓരോ സാധനങ്ങളൊക്കെ മേടിക്കും, ഫ്രീ ആയിട്ട് കിട്ടുവാന്ന് പറഞ്ഞ. പിന്നെ നിന്റെ ബുദ്ധി കൊള്ളാം അച്ഛാ, ഇവൻ ബിസിനസ്സിൽ പൈസ മുടക്കിയത് വെറുതെയാന്ന് പറയണേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മേടിക്കാനായിട്ട് ആൾക്കാരും ടി വി ഫ്രിഡ്ജും ഒക്കെ വന്ന് മേടിക്കുമല്ലേ. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ ആണല്ലോടാ നിന്റെ തലയെ വരുന്നതെന്നൊക്കെ പറഞ്ഞ് സുധിയെ കളിയാക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അത്രയ്ക്ക് അങ്ങോട്ട് കളിയാക്കുമൊന്നും വേണ്ടെന്ന് പറയണം. ആ സമയത്ത് രേവതി പറഞ്ഞു, എനിക്കും കുറച്ച് വേണമെന്ന് പറയണോ. അപ്പോഴേക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്കും. നിന്റെ വീട്ടിൽ കൊണ്ടേ കൊടുക്കാനായിരിക്കൂല്ലേ? അല്ലേലും എനിക്കറിയായിരുന്നു നീ കൊണ്ടേ കൊടുക്കൂന്ന്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഇനിയിപ്പൊ രേവതി കൊണ്ടേ കൊടുത്തില്ലേലും ഞാൻ കൊണ്ടേ കൊടുക്കും, എന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ നിന്ന് പറയണം. ആ സമയത്ത് എന്നെ ചന്ദ്രമതി പറഞ്ഞു, എനിക്കും വേണം, എനിക്ക് ഭാമയ്ക്ക് കൊണ്ടേ കൊടുക്കാനൊക്കെ ഉണ്ട്, പിന്നെ അവിടെ ഡാൻസ് പഠിക്കാൻ വരുന്ന പിള്ളേർക്കും കുറച്ചൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഒടുവില് രേവതി പറഞ്ഞു, എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ അതിനു വേണ്ടല്ല, അതെ ആദ്യക്ക് കുറച്ച് കൊണ്ടേ കൊടുക്കാനായിട്ടാ എന്ന് പറയണം. അത് കേട്ടപ്പത്തേനും ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് ആകെപ്പാടെ മാറി. ഇനി ഇതും പിടിച്ചോണെങ്കിൽ എന്നിട്ടുണ്ടെങ്കിലോ, പിന്നെ എന്ത് പറഞ്ഞാലും അവളുടെ ഒരു ആദി വന്നിരിക്കുന്നു. നാണം ഉണ്ടോ നിനക്ക് ആ ദാരിദ്ര്യം പിടിച്ച് ഇളക്കന്റെ വീട്ടിലേക്ക് പോവാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കുവാണ്. അത് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒന്നും പറയാനും പറ്റില്ല, ഇത് അപകടമാണല്ലോ. രേവതിയുടെ ഈ പോക്കെന്ന് ഓർത്തു. കാരണം അമ്മ ഹോസ്പിറ്റലാണ് താനും, അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് ഇവര് കാണാൻ ചെല്ലുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല, എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പതുക്കെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വിമലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴാദ്യമാണ് ഫോൺ എടുക്കുന്നത്. ആദ്യം എടുത്തിട്ട് ചോദിച്ചു, അമ്മ ഇങ്ങോട്ടേക്ക് വരുമോന്ന് ചോദിക്കുക. എന്താണ് മോനെ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല, ഇവിടെ ആണെങ്കിൽ അമ്മൂമ്മയ്ക്ക് തീരെ വയ്യ, അമ്മൂമ്മ എപ്പോഴും കിടന്ന് ഉറക്കമൊക്കെയാ, നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയണം. അതെ, അമ്മൂമ്മയെ നോക്കാനായിട്ട് അവിടെ ഒരു ഹോം നേഴ്സിനെ അമ്മയെ ഏർപ്പാടാക്കിയിട്ടില്ലേ, അവരവിടെ ഇല്ലേന്ന് ചോദിക്കുക. അവരെവിടെ ഉണ്ടെന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, അതെ മോൻ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഞാൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ട്, ഇപ്പോഴും ഞാനിരുന്ന് പഠിക്കുമായിരുന്നു. അല്ല, അമ്മ ഇങ്ങോട്ടേക്ക് വരുമോന്ന് ചോദിക്കുക. ഇടയ്ക്ക് അമ്മ സമയം കിട്ടുന്ന പോലെ വരാം എന്ന് പറയണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ദേ അമ്മൂമ്മനെ ഒരു കാരണവശാലും മോൻ വിഷമിപ്പിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ ആദ്യം പറഞ്ഞു, ഞാൻ വിഷമിപ്പിക്കൊന്നുമില്ല, അതേ അമ്മൂമ്മയ്ക്ക് വയ്യാന്നറിയാലോ, ഇതിലൂടെ ഓടിപ്പോയിട്ട് പിന്നെ നിന്റെ പിന്നാലെ നടക്കാനായിട്ട് അമ്മൂമ്മയ്ക്ക് സമയം കാണത്തുള്ളൂ, അമ്മൂമ്മയ്ക്ക് വയ്യാന്നുള്ള കാര്യം അറിയാലോ, അതൊക്കെ എനിക്കറിയാമേ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഫോൺ കൊണ്ടേ അമ്മൂമ്മയ്ക്ക് കൊടുക്കാൻ പറയണം. അങ്ങനെ ആദ്യം കൊണ്ടുപോയി ഫോണ് വിമലയുടെ കൊടുക്കണം. ആ സമയത്ത് ഹോം നേഴ്സ് ഉണ്ടായിരുന്നു, അവര് വിമലയുടെ പ്രശ്നം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. പിന്നീട് വിമലയോട് ശ്രുതി വെച്ചു, അല്ലമ്മേ ഹോം നേഴ്സ് അവിടെ ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറയണം, അവര് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നോക്കുന്നുണ്ടല്ലോ അല്ലെ? കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടെന്ന് പറയണം. അല്ല, നിനക്ക് സുഖമാണെന്ന് ചോദിച്ചു. എനിക്ക് ഓരോ പ്രശ്നങ്ങൾ മാറിക്കഴിയുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ. അല്ല, ഇപ്പൊ എന്താടി പുതിയ പ്രശ്നം? പുതിയ പ്രശ്നം എന്താന്നോ? സച്ചിൻ രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ടേക്കോ? ഇതെന്താ ഇപ്പൊ? ഒന്നും പറയണ്ട, അമ്മ കാരണമല്ല എന്ന് പറയണ. ഞാനോ? അതെ, അവിടെ നിന്ന് അച്ഛമ്മ കുറെ സാധനങ്ങൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊടുത്തുവിട്ടുണ്ട്, കടലയെ കൊടുത്തുവിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആദ്യക്ക് അത് കൂടെ കുറെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്ക് വരണമെന്ന് ഒരേ നിർബന്ധം. രേവതി വരുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിമല പറഞ്ഞു, അത് പിന്നെ അതെ, അമ്മയോട് ഞാനൊരു കാര്യം പറയാം, അങ്ങനെ രേവതി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവളെ ആദ്യം കാണിക്കാൻ പാടില്ലെന്ന് പറയണം. എടി ഞാൻ എന്ത് ചെയ്യും? ആദ്യം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ട് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമോ? അമ്മ ഒരു കാര്യം ചെയ്യ, കുറച്ച് അപ്പുറത്ത് മാറി നമ്മുടെ സ്വന്തക്കാരുണ്ടല്ലോ, അവരുടെ വീട്ടിലേക്ക് അവനെ ഒന്ന് പറഞ്ഞു വിട്, അവര് വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം അവനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. എടി അതിപ്പോ ശരിയാകുമോ? എങ്ങനെ ശരിയാവുമെന്ന്? എന്താ അമ്മയ്ക്ക് എന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണോന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ എങ്കിൽ പിന്നെ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, ഒരു കാരണവശാലും ആദ്യം കാണാൻ പാടില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് അമ്മയ്ക്ക് അറിയാലോ. ആദ്യം ദത്തെടുക്കാനായിട്ട് ഇരിക്കുക രേവതി സച്ചിയും കൂടെ. അതുകൊണ്ടാ പറഞ്ഞ, എന്റെ മോനെ എങ്ങനെ നഷ്ടപ്പെട്ടോണ്ടല്ലോ. ശരി, ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറയണ. പിന്നെ അറിയാലോ, അവര് വന്ന് പോയതിനു ശേഷം മാത്രമേ ആദ്യം വീട്ടിലേക്ക് വിളിക്കാവുള്ളൂ. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്കൊരു സമാധാനമായി. ഇനി അങ്ങോട്ടേക്ക് ചെന്നാലും രേവതി സച്ചി ആദ്യം കാണാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും അമ്മേനെയൊക്കെ അവിടുന്ന് മാറ്റണം. ആ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്കല്ലേ ഇവര് പോയിക്കൊണ്ടിരിക്കും, അത് അപകടം വന്ന് തോന്നും.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.